ഓക്കെ, ഇവിടെ ഇതാണ് നമ്മുടെ എക്സിന്റെ എക്സ് അക്ഷം. ഏതാണ് എക്സ് അക്ഷം? നിൽക്കുന്നതാണോ കിടക്കുന്നതാണോ എക്സ് അക്ഷം? കിടക്കുന്നതാണ്. അപ്പൊ ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ. ഇപ്പൊ ഞാൻ എയുടെ നമ്മൾ പറഞ്ഞു എയുടെ ഇതാണ് എക്സ്. എക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. അതായത് എയിൽ നിന്ന് നേരെ ലംബം. കണ്ടോ? ഇതാണ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? ലംബം. ലംബം ഇങ്ങനെ നേരെ താഴോട്ട് വരച്ചു. അപ്പൊ എവിടെ പോയാ മുട്ടിയത്? വെറും രണ്ടാണോ? -2 വന്ന് ടച്ച് ചെയ്തു. എയിൽ നിന്ന് നേരെ വൈയിലേക്ക് ഇതേപോലെ പെർപെൻഡിക്കുലർ വരച്ചു. അപ്പൊ എവിടെ പോയാ ടച്ച് ചെയ്തേ? ഇപ്പൊ ഇവിടുത്തെ എയുടെ സൂചകസംഖ്യ എന്താ? -2. അങ്ങനെയാണ് എഫിന്റെ സൂചകസംഖ്യ പറഞ്ഞേ. എഫിന്റെ സൂചകസംഖ്യ. ഉമ്മ മിണ്ടല്ലോ ഉമ്മ, ഞാനൊന്ന് ആൻസർ പറയട്ടെ. ഒന്നും കൂടെ, എക്സിന്റെ ആദ്യം പറയണം. എക്സ് എവിടെ പോയാണ് ടച്ച് ചെയ്യുന്നത് അങ്ങനെ വരയ്ക്കുമ്പോ? ഇവിടെ കുഞ്ഞെ, ഈ എഫിൽ 5 ഇവിടെയാണോ വന്ന് ടച്ച് ചെയ്ത്? എങ്ങനെയാണോ വരയ്ക്കുന്നത് നമ്മള്? എഫ് എഫ് എഫിൽ നിന്ന് നേരെ ഒരു ലംബം വരച്ച് എവിടെ പോയാ തൊടുന്നേ? എക്സിലേക്ക് വരയ്ക്കുമ്പോ. ഇവിടെ -5 ഇതാണെന്ന്. നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ ബോർഡ്? അക്ഷരങ്ങൾ ക്ലിയർ ആവുന്നില്ലേ? മോളുടെ സ്ക്രീനിൽ ഒന്ന് വലിപ്പം കൂട്ടിക്കേ. സ്ക്രീൻ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോ ഇത് വലുതായിട്ട് കാണാൻ പറ്റും. എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഷിഫാന മോളെ, റെയ്ഹാനൊക്കെ എവിടെ? നിപ, ഷിഫാന, വേഗം ആട്ടെ, നമ്മുടെ സമയം പോകുന്നു. ഷിഫാന മോളെ വേഗം വേഗം പറഞ്ഞേ. ഷിഫാന പോയോ വീണ്ടും? എന്താണ്? ചെയ്ത് കാണിച്ചു മിസ്. 1 അല്ല 2 ചെയ്ത് കാണിച്ചു. ഇല്ലല്ലോ, മോള് തന്നെയല്ല ആൻസർ ഇവിടെ പറഞ്ഞേ. 2 5 യുടെ -2 5 ആണെന്ന്. അതേപോലെ തന്നെ എഫിന്റെ വരുന്നേ. ഒക്കെ ഒക്കെ അറിയാവുന്നതാണ്. പക്ഷെ എവിടെയോ എന്തോ ഇതാ. എന്ത് കുഞ്ഞേ? ഇവിടെ എഫ് ഏതാണ് ശിവാന കുട്ടി? എഫ് ഏതാണ്? ഇതാണ് എഫ് അല്ലേ? എഫിന്റെ ഇവിടുന്ന് മോക്ക് നല്ലപോലെ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. മോളുടെ അതിനകത്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് വലിച്ച് സ്ക്രീൻ വലുതാക്കിയാൽ മതിയേ. ഇപ്പൊ എഫിന്റെ ഇവിടുന്ന് ഈ എക്സിലേക്ക് ഒരു ലംബം വരയ്ക്കണം. ലംബം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ട് വരയ്ക്കുന്നതാണ്. 90 ഡിഗ്രി അളവിൽ വരയ്ക്കുന്നതാണ് ലംബം. ഇപ്പൊ അങ്ങനെ വരച്ചാൽ എവിടെ പോയാ തൊടുന്നേ? ഈ നമ്പറില് ഈ എക്സിന്റെ ലൈനിൽ ഏത് നമ്പറിലാണ് പോയി തൊടുന്നേന്ന്? 1 -1 -2 -3 -4 -5 എവിടെയാ ടച്ച് ചെയ്യുന്നേ? -3 എന്ന് പറയുമ്പോ ഇതാണ് -3. ലംബം ലംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്നതാണോ ലംബം? പിന്നെ എങ്ങനെ വരയ്ക്കുന്ന ലംബം? ഇപ്പൊ ഇവിടുന്ന് നേരെ വരയ്ക്കുമ്പോ എവിടെ പോയാ തൊടുന്നേ? അത് ഇപ്പൊ എന്താണ് അതിന്റെ എക്സ് അക്ഷം എത്രയായിരിക്കും? എക്സ് അക്ഷത്തെ സൂചകസംഖ്യ എത്രയായിരിക്കും?
-4 അല്ലേ? ഇനി വൈയിൽ എവിടെ പോയാ തൊടുന്നത്? ആ ലംബം ഇവിടെ ഇങ്ങനെ ലംബം വരച്ചപ്പോ 4 തൊട്ടു. ഇവിടെ ഇങ്ങോട്ട് ലംബം വരയ്ക്കാൻ എവിടെ പോയി തൊടുന്നേ? ഇതാണ് 3. ലംബം വരയ്ക്കുമ്പോ ഇങ്ങനെ വന്നാണ് തൊടണ്ടേ? അപ്പൊ നേരെ ഏതാടാ കുഞ്ഞേ? ഏത് ലൈൻ വരയ്ക്കുമ്പോഴാണ് നേരെ വരുന്നേ? ഏത് നമ്പറിലേക്കാണ് എത്തുന്നേ? എടാ മൈനസ് എത്തി ഇവിടെയല്ലേ, ഇങ്ങനെയല്ലേ എത്തുള്ളൂ. ഇവിടുന്ന് നമുക്ക് നമ്പേഴ്സ് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഫലമോളെ വീണ്ടും സ്റ്റക്കായോ? ഒക്കെ നമ്പേഴ്സ് കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഷിഫാന ഓക്കെ, അടുത്ത ആളെ വിളിക്കാവേ. അൽത്താഫ് എന്ന് പറഞ്ഞടാ, ഇവിടുത്തെ സൂചകസംഖ്യ എത്രയായിരിക്കും? എഫിന്റെ സൂചകസംഖ്യ എത്രയാ? അൽത്താഫ് മൊത്തം പറയണം. -4. വൈയിലെ സൂചകസംഖ്യ എന്ന് പറയുമ്പോ 2 എണ്ണം വേണം. 2 നമ്പേഴ്സ് ചേരുമ്പോഴാ ഒരു സൂചകസംഖ്യ വന്നേ. അപ്പൊ -4 മാത്രം എഴുതിയ സൂചകസംഖ്യ ആവൂല. 2 ആണോ? ഈ എഫിന് പെർപെൻഡിക്കുലർ വൈ അക്ഷത്തിലേക്ക് വരയ്ക്കുമ്പോ എന്താണ്? 5ലോട്ടോ? ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോ എന്താടാ? ഇങ്ങനെ ഉള്ളിടത്തുനിന്ന് ഇങ്ങനെ നേരെ വരയ്ക്കുന്നതാണ് പെർപെൻഡിക്കുലർ, ലംബമായിട്ട് വരയ്ക്കുന്നത്. ഇപ്പൊ ഈ ഒരു ലൈനിലാണ് ലംബം വരയ്ക്കണ്ടേ. ഈ ഒരു ലൈനിൽ ലംബം വരയ്ക്കണമെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യുക? 90 ഡിഗ്രിയിൽ ഇങ്ങനെ വരയ്ക്കുന്നതാണ് ലംബം. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നതാണ് ലംബം. ഇതുണ്ട്, ഇതൊക്കെ ലംബം ഇങ്ങനെ വരുന്നതാണ് ലംബം. അപ്പൊ ഇവിടുന്ന് എഫിന്ന് വൈ ആക്സിസിലോട്ട്, വൈ അക്ഷത്തിലേക്ക് ലംബം വരച്ചാൽ എവിടെ പോയി തൊടും? എഫിന്നോ? എവിടെയാണ് 5 ഇരിക്കുന്നേ? അൽത്താഫ് എവിടെ 2? അൽത്താഫേ, ഇതാണ് നമ്മുടെ എഫ്. മിസ്സിന് പറഞ്ഞു തരാൻ അറിയാമല്ലഞ്ഞിട്ടല്ല, പക്ഷെ മോൻ തന്നെ കണ്ടെത്തണം. ഓക്കെ, ഇതാണ് നമ്മുടെ എഫ്. ഇവിടുന്ന് നേരെ പെർപെൻഡിക്കുലർ കണ്ട, ഇതാണ് എക്സ്. എക്സിന്ന് നേരെ എക്സിലോട്ട് ഇങ്ങനെ നേരെ പെർപെൻഡിക്കുലർ വരച്ചു. ഇങ്ങനെ നേരെ വരയ്ക്കുന്നതാണ് പെർപെൻഡിക്കുലർ. ഓക്കെ, അത് വരച്ചപ്പോ എവിടെ പോയ തൊട്ടത്? എന്റെ അൽത്താഫേ, എവിടെ പോയ ടച്ച് ചെയ്തേ? വെറും 4 ആണോ? -4 തൊട്ടു. അതേപോലെ വൈയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ എവിടെ പോയി തൊടും? അതാ ചോദിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ എത്രയായിരിക്കും? എഫിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയായിരിക്കും? എഫിന്റെ സൂചകസംഖ്യകള് ഒന്ന് പറഞ്ഞേ. -4, -1. ഓക്കെ, എഫ് ജി നോക്കട്ടെ. നിറ്റിലമാണെന്ന് പറഞ്ഞേ, ജിയുടെ സൂചകസംഖ്യകൾ പറഞ്ഞേ. ജി ഓക്കെ, വെരി ഗുഡ്. അർഷൽ സിയുടെ പറഞ്ഞേ. അർഷലെ ഓക്കെ, വെരി ഗുഡ്. ഫാരിസേ ഡിയുടെ ഇയുടെ ഇയുടെ സൂചകസംഖ്യകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ ഫാരിസേ. ഇയുടെ സൂചകസംഖ്യ ഇതാണ്. ഈ കിടക്കുന്നത് കണ്ടോ? ഇവിടുത്തെ ഇയുടെ സൂചകസംഖ്യ ഏതാണെന്ന് പറയാൻ. സൂചകസംഖ്യ എന്റെ കുഞ്ഞെ
5 മാത്രമേ വരുവുള്ളൂടാ. ഷിഫാന മോളെ, ഈയുടെ സൂചകസംഖ്യ എങ്ങനെയാ വരുന്നേ? 5 എക്സിലേക്ക് വരുമ്പോ 5, വൈയിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോ എവിടെ പോയാ തൊടുന്നേ? ഷിഫാന മോളെ, വെറും ഒന്നാണോ? അപ്പൊ അതിന്റെ സൂചകസംഖ്യകൾ എങ്ങനെയാ പറയുന്നേ? ഒന്ന് പറഞ്ഞേ. യെസ്, ഇപ്പൊ ക്ലിയർ ആയോ? ഫാദിയേ, നിന്നെ ഞാൻ പൊക്കും. വേഗം പറഞ്ഞോ ജിയുടെ സൂചകസംഖ്യകള്. ആ, 4-ലാണോ വരുന്നേ? ഇതാ ജിയാ ഞാൻ ചോദിച്ചേ, ജി. രണ്ടേതാ? ഈ രണ്ടാണോ ഉദ്ദേശിച്ചേ? ഓക്കെ, വെരി ഗുഡ്. വൈയിൽ എവിടെ പോയാ തൊടുന്നേ? 5 തൊടുന്നുണ്ടോ? 5 ഏതാ? ഇവിടെയാ കിടക്കുന്നേ? അല്ല, ഇവിടെയാ കിടക്കുന്നേ. 5-ലാണോ പോയി തൊടുന്നേ ജി? ഇനി പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോ എവിടെ പോയാ ടച്ച് ചെയ്യുന്നേ? വെറും രണ്ടാണോ? അപ്പൊ അതിന്റെ സൂചകസംഖ്യകളായിട്ടൊന്ന് പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. ഇനി സെൻഹമോളെ, എച്ചിന്റെ എച്ച്. സെൻഹ, റെയ്ഹാനും ഹാഷിമും ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങളെ ഞാൻ ഇപ്പൊ പൊക്കുന്നതായിരിക്കും. ആ, പറഞ്ഞോ സെൻഹമോളെ, എച്ചിന്റെ പറഞ്ഞോ. എച്ചിന്റെ അറിയില്ലെന്നോ? ആ, 1 മിനിറ്റ് പറഞ്ഞേ. ഓക്കെ, സോറി. ഓക്കെ ഫാമി, വെരി ഗുഡ്. ഫൗമിയെ, വെറുതെ ഇരിക്കണ്ട. ഞാൻ 2 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഇടാം. ചെയ്തോട്ടോ. അറിയാവുന്നവരൊക്കെ അത് ചെയ്തോയേ. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചെകഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്താണ്. ചെയ്ത് നോക്കൂട്ടോ. ആദ്യം 3-ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 14-ാമത്തെ 15-ാമത്തെ ചെയ്താൽ മതി. 15-ാമത്തെ ചെയ്തിട്ട് 14-ാമത്തെ ലാസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഫാരിസ്, ഡിയുടെ സൂചകസംഖ്യകളൊന്ന് പറഞ്ഞേ. 3. ഡി 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 3. ഓക്കെ, 3 എങ്ങനെ വന്നേ? ഇതാണ് 3 അല്ലേ? പിന്നെ ഏതാ പറഞ്ഞേ? ഇത് മൈനസ്. ഇങ്ങനെ വരയ്ക്കുമ്പോ ഇത് -1ആണോ? അപ്പൊ ഡിയുടെ സൂചകസംഖ്യ എങ്ങനെയാ? 3, 1. ഇനി ഇതറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആ, റെയ്ഹാൻ, ഹാഷിം റെയ്ഹാൻ. നിങ്ങളെ ഞാൻ പൊക്കൂന്ന് ഞാൻ പറഞ്ഞിട്ട് പൊക്കിയില്ലല്ലേ? റെയ്ഹാൻ എന്ന് പറഞ്ഞേ. ഹാഷിം എന്തി? നോക്കട്ടെ. ഉണ്ട്. ആ, ഹാഷി ഇരിപ്പുണ്ട്. ആ, റെയ്ഹാൻ എന്ന് പറഞ്ഞടാ എച്ചിന്റെ. ആ, ഓ, ചാരി കടന്നൊക്കെ ഉള്ളൂ. ബുക്ക് എന്തിയെ? ഒന്ന് കാണിച്ചേ നമ്മുടെ റെയ്ഹാനെ.
മെല്ലെ പറയാനോ? എച്ചിന്റെ സൂചക സംഖ്യ പറയുക. കേട്ടോ? സംസത്ത് എനിക്ക് ഒന്ന് ഹോസ്റ്റ് തരണേ. ഒരെണ്ണത്തിലുണ്ടോ? ഒരെണ്ണത്തിലില്ല. ഇപ്പൊ പറയുന്നതിലില്ല. ആ ഓക്കെ ഓക്കെ. താങ്ക് യു. ആ പറഞ്ഞോ റേഹാൻ. ഈ എച്ചിന്റെ സൂചക സംഖ്യ ഏതാണ്? നീ ഏക്കത്തില്ലാതെ പിന്നെ ഇങ്ങനെ മാത്സ് ക്ലാസ് ഇരുന്നിട്ട് എന്താണ് അവനൊന്നും കേൾക്കുന്നില്ല ബസ്സേ. വെറുതെ കയറി അങ്ങ് ഇരിക്കുവാണ്. നീ ഹാഷി എന്തി? ഹാഷിയെ എന്താടാ? എന്താടാ കുഴപ്പം? ഏ ആ എച്ച് എച്ച് -3 ഓ എന്താ എളുപ്പം അല്ലേ? എന്നാ സിയുടെയും കൂടെ അത് പറഞ്ഞേ. സി ഒന്നും കൂടെ നോക്കിട്ട് പറഞ്ഞേ. ആദ്യം ആരെ പറയണം? ആദ്യം ആരെയാണ് പറയണ്ടേ? ഏ ആദ്യം എക്സ് പറയണം. ഞാനും അതാണ് ഓർത്തെ. അങ്ങനെ ഞാനും തിരിഞ്ഞത്, എനിക്ക് തിരിഞ്ഞത്. ഹാഷിയെ, ഹാഷിമേ, ആദ്യം എക്സ് ആക്സിസിലുള്ള പോയിന്റ് പറയണം. എക്സ് ആക്സിസിലെ സൂചകസംഖ്യ പറയണം. എക്സിൽ എത്രയാണ്? -1. ഇപ്പൊ എങ്ങനെ പറയണ്ടേ? ഒന്നുകൂടെ പറഞ്ഞേ. ഉം -1 2. വെരി ഗുഡ്. അപ്പൊ ശ്രദ്ധിച്ചിരുന്നാ കിട്ടുമല്ലേ? അടിപൊളി. അത് റിൻഷമോളെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങിയോ? റിൻഷമോക്ക് അറിയാലോ. സൂമിലിടണോ? രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കോട്ടോ. സൂമിലിടാം, ഒരു മിനിറ്റ്. എന്തോ? ആ നിപമോള് പറഞ്ഞടാ. ബിയുടെ സൂചകസംഖ്യ. ആ നേരത്തെ നേരത്തെ ഒന്നും കൂടെ പറഞ്ഞേ. ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞേ. നേരത്തെ ആരോ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വിളിക്കാൻ. നിപമോളെ. ഓക്കെ മോളെ. നിപ നേരത്തെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു മിസ്സേ. ആരോടോ ചോദിച്ചപ്പോ ഇവള് ആൻസർ പറഞ്ഞായിരുന്നു. ആ സിയാനൊക്കെ ഓക്കെയാ. റുമാന, റുമുവേ, റുമാനമൊക്കെ ഓക്കെ അല്ലേ? ഇപ്പൊ കത്തിയില്ല. ഇപ്പൊ കത്തി. ഇപ്പൊ ലൈറ്റർ ഉപയോഗിച്ചു. നേരത്തെ ലാമ്പായിരുന്നു, അല്ല ഇതായിരുന്നു, തീപ്പെട്ടിയായിരുന്നു. തീപ്പെട്ടി ആയതുകൊണ്ട് തണുത്തിരുന്നോണ്ട് കത്തിയില്ല അല്ലേ? അങ്ങനെയാണോ? റേഹാൻ ദേ ഈ പോയിന്റിലെ സൂചകസംഖ്യ പറഞ്ഞേ. HI. ദേ ഐ. ഇവിടെ വരെ ഞാൻ ഐ ഇട്ടിട്ടുണ്ടേ. ഐ. ഈ ഐയിലെ സൂചകസംഖ്യ പറഞ്ഞേ.
റെയ്ഹാൻ പിന്നെയും പോയോ? നിങ്ങൾക്ക് കൂടെ ഒന്ന് ക്ലിയർ ആയാൽ മതി, എന്നിട്ട് നമുക്ക് വേഗം വേഗം അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പോയിന്റ് ഓൺ വൈ ആക്സിസ്? താഴെ പറയുന്നതിൽ ഏതാണ് വൈ അക്ഷത്തിലെ ബിന്ദു? ഇതിൽ ആരാണ് വൈ അക്ഷത്തിലെ ബിന്ദു എന്ന് പറയാൻ പറ്റുമോ? ഹാഷിമിന് പറയാവോ? ഏ അതല്ലടാ, ഇതിനകത്ത് ഓരോ ഓപ്ഷൻ വൈ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവാണെന്ന്, അതാരാണെന്നാ ചോദിച്ചത്. പിന്നെ നീ എന്താ വിചാരിച്ചേ? ഇതാണ് ഓക്കെ, നീ മോൻ പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. നിക്കുന്നതാണ് വയ്യ്, മേലെയുള്ളതാണ് വയ്യ്. ഇനി ഇതിലേതാണ് വൈ അക്ഷത്തിലുള്ള ബിന്ദു വരുന്നത്? എ ആണോ? എയുടെ പോയിന്റ് ഏതാണ് ഒന്ന് പറഞ്ഞേ. എ ഏ 1 1. ഞാൻ 1 1 ഇവിടെ വരയ്ക്കാൻ പോവാണ്. ഏകദേശം ഇവിടെ വരുമ്പോഴല്ലേ 1 1 വരുന്നേ, അല്ലേ? ഇത് വൈ അക്ഷത്തിലെ ഒരു ബിന്ദുവാണോ? ആണോ? ആണോ ഹാഷിം? ഇവൻ വൈ അക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഈ നിൽക്കുന്നിടത്ത് എവിടെയും ആയിരിക്കണം. ഈ നിൽക്കുന്നിടത്താണോ ഈ വന്നേക്കുന്നേ? ആ ഒരു വരയിലായിരിക്കണം. അതാണ് വൈ അക്ഷം. ആ വൈ അക്ഷത്തിൽ എവിടെയെങ്കിലും പോയി തൊട്ടാൽ മതി. അങ്ങനെ ഒരിടത്താണോ ഇത് നിൽക്കുന്നേ? അങ്ങനെയല്ല, ഈ വരയിലായിരിക്കണോടാ. വരയുടെ അപ്പുറത്തോട്ട് ഇപ്പുറത്തൊന്നും പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? മനസ്സിലായില്ല? ഇതാരാണ്? ഈ കിടക്കുന്ന ആരാണ്? എക്സ്. ഇപ്പൊ ഇവിടെ ഈ ഒരു ഇതിലെ സൂചകസംഖ്യ എത്രയാന്ന് പറഞ്ഞേ? ഈ ഇവിടത്തെ -3യിലാണ് ഇത് നിൽക്കുന്നത്. അവിടുത്തെ സൂചകസംഖ്യ ആയിട്ട് പറഞ്ഞേ. ഓക്കെ, മിസ് വേറൊരു കാര്യം പറയാം. ഇതാണ് നമ്മുടെ എക്സ്, ഇതാണ് വൈ. ഇവർ രണ്ടുപേരും ഇല്ലേ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതെവിടെ വെച്ചാ? ഇവിടെ വെച്ച്. പക്ഷെ എന്തോ കാര്യം പറഞ്ഞ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? അടിച്ചു പിരിഞ്ഞു. അടിച്ചു പിരിഞ്ഞപ്പം എക്സ് എവിടെ പോയി? എക്സ് നേരെ പോയി, ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ടും പോയി. വൈ അങ്ങോട്ട് പോയി, മുകളിലോട്ടും താഴോട്ടും പോയി. ഓക്കെ, രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് എന്ത് പറഞ്ഞു? എന്താ ചെയ്തേ? അടിച്ചു പിരിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഏതെങ്കിലും നല്ല ഫ്രണ്ട് ആയിരുന്നു, നമ്മള് നല്ല കൂട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവനുമായിട്ട് പിണങ്ങി പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവന്റെ വീട്ടിൽ പോവോ? ഒരിക്കലും പോവല്ലോ. അവൻ നമ്മൾ ക്ഷമിച്ചാലും അവൻ നമ്മളോട് ക്ഷമിക്കുവോ? അറിയില്ല. നമ്മുടെ വീട്ടിലോട്ട് വരുവോ? ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ എക്സും വൈയും. എക്സ് അക്ഷത്തിലെ സൂചകസംഖ്യ വൈ അക്ഷത്തില്, അതായത് വൈയില് എക്സിന് വാല്യൂ ഇല്ല. വൈയില് എവിടെ എടുത്താലും എക്സിനെ വൈയുടെ വീട്ടിൽ കയറ്റില്ല, വൈയെ എക്സിന്റെ വീട്ടിലും കയറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ വൈ എത്ര? ആദ്യം നമ്മൾ എക്സ് എഴുതുന്നു. എക്സ് എത്രയാ? -3 പറഞ്ഞു. അപ്പൊ ഇവിടത്തെ വൈ എത്രയായിരിക്കും? വൈ ആ വീട്ടിലില്ല. വൈ ഇല്ലെങ്കിൽ എത്രയായിരിക്കും കൊടുക്കണ്ടേ? 0. അപ്പൊ ഇവിടുത്തെ വാല്യൂ എത്രയായിരിക്കും? -3 0. അപ്പൊ ഇവൻ ഏത് അക്ഷത്തിലാണ് നിൽക്കുന്നത്? എക്സ് അക്ഷത്തില്. അല്ല ഹാഷിം, ഇതാരാണ്? എക്സ് ആണ്. എക്സ് അക്ഷത്തിലാണ് ഇത്. -3 0. ഇനി വൈ അക്ഷത്തിലാണെങ്കിലോ ഏതായിരിക്കും? ഇനി ഒന്ന് പറഞ്ഞേ ഹാഷി, ഒന്ന് പറഞ്ഞേ. ഇതിൽ ആരായിരിക്കും വൈ അക്ഷത്തിലുള്ളവന്? ഹാഷിമും കൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഉറപ്പല്ലേ?
അത് എവിടെയായിരിക്കും? 0 ആണ്. -3 എവിടെയാണെന്ന് നോക്കുക. ഈ y അക്ഷത്തിലെ എവിടെയാണ് -3 നോക്കുക. ഇത് ഇവിടെയാണ് നമ്മുടെ -3 ഇരിക്കുന്നത്. കണ്ടോ? അവിടെ ആയിരിക്കും എന്ത്? -3 എന്ന് പറയുന്ന ആ ഒരു സൂചകസംഖ്യ, ആ ഒരു ബിന്ദു വരുന്നു കേട്ടോ. ഇനി മറക്കുമല്ലോ, എക്സ് അക്ഷത്തില് y അക്ഷം 0 ആയിരിക്കും, y സൂചകസംഖ്യ 0 ആയിരിക്കും. y അക്ഷത്തിലാണെങ്കിൽ x സൂചകസംഖ്യ 0 ആയിരിക്കും. അവർ രണ്ടുപേരും, അതായത് വൈയുടെ വീട്ടിൽ എക്സിനെയും കയറ്റില്ല, എക്സിന്റെ വീട്ടിൽ വൈയെയും കയറ്റൂല. ഓക്കെ ഓക്കെ, സെറ്റ്. ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ? ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. നമ്മൾ എന്താ ചെയ്യണ്ടേ? മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ട? ആദ്യം ഒന്നുകൂടെ. ഞാനൊന്നും കേട്ടില്ല, ആരുടെയും കേട്ടില്ല. എന്താണ് നിപമോൾ എന്താ പറഞ്ഞ ഇപ്പം? അല്ല, ഓക്കെ, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. മിസ് എന്താണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം? ക്വസ്റ്റ്യൻ എങ്ങനെ വായിക്കണമെന്ന് പറഞ്ഞേക്കുന്നേ? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. നന്നായിട്ട് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണമെന്ന് പറഞ്ഞേ? മനസ്സിലാക്കി വായിക്കുന്ന, അല്ലാതെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നല്ലോ, നിർത്തി നിർത്തി വായിക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? യെസ്. അപ്പം നമ്മുടെ നിർത്തി നിർത്തി വായിക്കുന്ന കൂടെ തന്നെ നമ്മുടെ ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ മാത്സുമായിട്ട്, കണക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് അടി വരയിട്ട് നോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പെൻസിലും കൂടെ കൊണ്ടായിരിക്കുക. ഓക്കെ, നിങ്ങൾ പെൻസിലുമായിട്ടുള്ള എക്സാം ഹാളിലൊക്കെ കയറുന്നേ. അപ്പൊ പെൻസിൽ പിടിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പതിയെ വായിക്കുക. അപ്പൊ ആദ്യം എന്താ? ചിത്രത്തിൽ എന്ന് തന്നു. അപ്പൊ എന്ത് നമ്മുടെ മനസ്സിൽ ആദ്യം ആരെ വരണം? ചിത്രം വരണം. ഇപ്പൊ ചിത്രം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ആ ഒരു ചിത്രത്തിലേക്ക് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് കണ്ണോടിച്ചു പോവുക. എന്താണ് തന്നിരിക്കുന്നത് നോക്കുക. അപ്പൊ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത് ചിത്രത്തില്? നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്തൊക്കെയാ? ആദ്യം ചിത്രത്തിൽ തന്നിരിക്കുന്ന എന്താ? ഒരു ത്രികോണം ഉണ്ടെന്ന് പറഞ്ഞോ. ത്രികോണം എവിടെയാണ് വരച്ചിരിക്കുന്നത്? എക്സ് അക്ഷവും വൈ അക്ഷവും ആയിട്ടുള്ള ഒരു പ്ലെയിൻ സർഫസിലാണ് വരച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏത് ചാപ്റ്ററിലായിരിക്കും? ത്രികോണം ത്രികോണം ഉണ്ടായ ഉടനെ ത്രികോണമിതി ആവൂല കേട്ടോ. എക്സ് അക്ഷം വൈ അക്ഷം ഇല്ല ഇവിടെ. ആ, സൂചകസംഖ്യകളായിരിക്കും ഓർക്കുക. ചിലപ്പെങ്കിൽ അതിൽ കൂടെ ത്രികോണമിതിയും ഉൾപ്പെടാം. ഏതെങ്കിലും ഒക്കെ മറ്റുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ചാപ്റ്റേഴ്സ് ഉൾപ്പെടാം. എന്നാലും എക്സ് അക്ഷവും വൈ അക്ഷവും ഉണ്ട്, സൂചക സംഖ്യയിലായിരിക്കും ഇത് എന്ന് നിങ്ങളുടെ ഒരു ഉള്ളിലൊരു തോട്ട് ഉണ്ടായിരിക്കണം, ഒരു ചിന്ത ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇനി എന്ത് ചെയ്യാ? അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചിത്രത്തിൽ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചിത്രത്തിൽ ത്രികോണം ABC. ഇപ്പൊ നമ്മുടെ മനസ്സിലെ ചിത്രം വരിക, ചിത്രത്തിലെ ത്രികോണത്തിലേക്ക് ശ്രദ്ധിക്കുക. ത്രികോണത്തിന്റെ പേര് ABC എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിത്രത്തിൽ ത്രികോണം ABCയിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ടു ABC. ഓക്കെ, എ എന്ന പോയിന്റ് എവിടെയാണ്? എക്സ് അക്ഷത്തിലുമാണ്. ബിയും സിയും അല്ല, എ എന്നത് വൈ അക്ഷത്തിലും ബിയും സിയും എക്സ് അക്ഷത്തിലുമാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുകയല്ലേ? അങ്ങനെ ജസ്റ്റ് അതിലേക്കൊന്ന് എന്ത് ചെയ്യുക? ചെറുതായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് പിന്നെ ബാക്കി ക്വസ്റ്റ്യൻ വായിക്കുക. ബാക്കി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നേ? ത്രികോണം ABC ആരാന്ന് പറഞ്ഞേക്കുന്നേ?
സമപാർശ്വ ത്രികോണം. ജസ്റ്റ് സമപാർശ്വ ത്രികോണമാണെന്ന് ഉള്ളത് അറിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ ഉള്ളില് മൈൻഡിൽ ആര് പറഞ്ഞു അന്നേരം? യെസ്, സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകതകൾ നമ്മുടെ മൈൻഡിലേക്ക് വരണം. എന്താണ് സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകതകൾ? എന്തായിരിക്കും? പറയുന്നവർ അങ്ങനെ പറയുന്നുണ്ട്, പറയാത്തവർ മിണ്ടുന്ന പോലെ ഇല്ലല്ലേ? എന്താണ് ഫാരിസ്മാൻ എന്ന് പറഞ്ഞേ? എന്താണ് സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത? ഫാരിസേ, ആ പറഞ്ഞോ, സമപാർശ്വ ത്രികോണം എന്താണ്? ദേ, അവൻ പറയുന്നുണ്ട് മിസ്സേ, അവൻ പറയുന്നത് കേൾക്കുന്നില്ല. പക്ഷെ അവന്റെ വീട്ടിൽ, അവന്റെ ഇവിടുന്ന് എന്തോ വലിയ ശബ്ദം, എരപ്പ് കേൾക്കാം. ഞാൻ അത്രയും നേരം പറഞ്ഞിട്ട് നീ അന്ന് കേട്ടിട്ട് പോയോ? ഹലോ, ഇന്നലെ ഉമ്മ പറഞ്ഞില്ലേ? പറഞ്ഞിട്ടിരിക്കണേ അവന്റെ ഓക്കെ. റുഷ്ത മോളെന്ന് പറഞ്ഞടാ. റുഷ്ത, സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞേ. ആ, ഓക്കെ. കേട്ടല്ലോ എല്ലാരും? ഇപ്പൊ നമ്മുടെ മൈൻഡിലെ സമപാർശ്വ ത്രികോണം വന്നു. പിന്നെ എന്താ പറഞ്ഞേക്കതേ? പാദത്തിന്റെ നീളം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ പാദത്തിന്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തുല്യമായ വശങ്ങൾക്ക് അല്ലാത്ത അല്ലാത്ത ആ ഒരു വശമായിരിക്കും പാദമായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ഓക്കെ അല്ലേ? അതാണ് കേട്ടോ. പാദം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ താഴ് എന്താ പറയാ, ഒരു സമപാർശ്വ ത്രികോണം ഉണ്ടെങ്കിൽ ആ തുല്യ വശങ്ങളല്ലാത്ത വശമാണ് പാദം. അതിന്റെ അതെത്രയാണെന്ന് തന്നിട്ടുണ്ട്. 3 സെന്റിമീറ്റർ ആണെന്ന് തന്നു. അന്നേരം നമ്മൾ വീണ്ടും ഇങ്ങനെ എന്ത് ചെയ്യുക? കണ്ണോടിച്ച് വന്നിട്ട് നമ്മുടെ ഇതിലേക്ക് വരിക. ചിത്രത്തിൽ വന്നിട്ട് ഏതാണ് 3 സെന്റിമീറ്റർ എന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഏതാണ്? ബി തൊട്ട് സി വരെയുള്ള നീളമാണ് 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നേ? പാദത്തിന്റെ മധ്യബിന്ദുവിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? അക്ഷങ്ങൾ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ അക്ഷങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മധ്യബിന്ദു ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെ? ഇതായിരിക്കും മധ്യബിന്ദു അല്ലേ? ഇവരാണ് മധ്യബിന്ദു. ഇത് ടോട്ടൽ എത്രയാന്ന് നമ്മളോട് പറഞ്ഞേ? 3 സെന്റിമീറ്റർ. ഇപ്പൊ ഈ മധ്യബിന്ദുയിലെ ആ പോയിന്റ് ഏതായിരിക്കും? ആണല്ലോ. അപ്പൊ ബിയുടെ സൂചകസംഖ്യ എത്രയായിരിക്കും എന്നൊന്ന് പറഞ്ഞേ. അല്ല, ബി ബി ബിയുടെ സൂചകസംഖ്യ ഇതാണ് 0 വന്നിരിക്കുന്നത്. ബി എവിടെയാണ് കിടക്കുന്നത്? ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ. ഹാഷി, ഹാഷി ഒന്ന് പറഞ്ഞടാ. ഹാഷി എന്തോ പറഞ്ഞായിരുന്നു. ആരോടോ അവിടെ പോയി ചോദിക്കുന്നു. ഇങ്ങനെ പിടിച്ചു. നേരത്തെ പറഞ്ഞ് ഞാൻ കേട്ടാണല്ലോ. നീ പറഞ്ഞോ? നീ പറഞ്ഞ ശരിയായോണ്ടാ നിന്നെ പിടിച്ചത്. ഏ
അത് കറക്റ്റ് ആണ്, അതുകൊണ്ടല്ലേ നിന്നെ പിടിച്ചത്. യെസ്, -1.5. വെരി ഗുഡ്. അതുകൊണ്ടാണ് മോൻ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, അതുകൊണ്ടാണ് മോനോട് പറയാൻ പറഞ്ഞു കേട്ടോ. -1.5 എക്സ്. നമ്മള് സൂചകസംഖ്യ എഴുതുമ്പോ എത്ര പേരെ എഴുതണം? 2 പേരെ എഴുതണ്ടേ? അപ്പൊ ഇത് ഏത് അക്ഷരമാണ്? എക്സ് അക്ഷരമാണ്. അവിടുത്തെ വൈയുടെ സൂചകസംഖ്യ എത്രയായിരിക്കും? വൈയുടെ സൂചകസംഖ്യയോ? ആ, എത്രയായിരിക്കും ഹാഷിമേ? ഇവിടുത്തെ വൈയുടെ സൂചകസംഖ്യ എത്രയായിരിക്കും? വൈ, ഈ വരയാണ് വൈയുടെ വീട്, അല്ല എക്സിന്റെ വീട്. ഈ എക്സിന്റെ വീട്ടിൽ വൈയെ കയറ്റുവോ? അപ്പൊ വൈയുടെ സൂചകസംഖ്യ എത്രയായിരിക്കും അവിടെ? അത് മുകളില്. ഇവിടുത്തെ ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ കഴിഞ്ഞില്ല, ബി കഴിഞ്ഞില്ല. ആ, -1.5. എടാ, ബിയുടെ അവിടുത്തെ വൈയുടെ സൂചകസംഖ്യ എത്രയാന്ന് ചോദിച്ചേ. ഇവിടുത്തെയാണ് വൈയുടെ സൂചകസംഖ്യ വേണ്ടത്. 4 എവിടെയാ കിടക്കുന്നേ? 4 ഇവിടെയല്ലേ കിടക്കുന്നേ? ഇവിടുത്തെ വൈയുടെ സൂചകസംഖ്യ എത്രയാണെന്ന്. ഇതാരാണ്? ഇത് എക്സിന്റെ വീടാണ്. എക്സിന്റെ വീട്ടിൽ വൈ ഇല്ല. ആ, അത് തന്നെ. -1.5യും 0യും ആയിരിക്കും. ഇപ്പൊ ഇവിടെ സിയുടെ അവിടുത്തെ സൂചകസംഖ്യ അർഷൽ എന്ന് പറഞ്ഞടാ. സിയുടെ അവിടുത്തെ സൂചകസംഖ്യ അർഷലേ. ഉറക്കം പറ. അർഷലേ, ഞാൻ ഇവിടെ കേട്ടില്ലടാ. 1.5യും 4യോ? ഓക്കെ. എത്രയായിരിക്കും? 1.5 0. ഇവിടെ എങ്ങനെ 1.5 വന്നേന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇസ്രമോളെ, എങ്ങനെ 1.5 വന്നേ? 1.5 വന്നേ എങ്ങനെയാ ഒന്ന് ആലോചിച്ചേ. ഇസ്രക്കുട്ടി, ഇസ്ര എങ്ങനെ 1.5 വന്നേ? ഇസ്രമോൾ ഇപ്പൊ പറഞ്ഞുതരും. യെസ്, കേട്ടോ? നിപ്പ മോളെ കേട്ടില്ല. അവരൊക്കെ ഒന്നും കൂടെ പറഞ്ഞേ. കേട്ടോ? ഇല്ല. എന്നാ വേറെ ഒരാളൊന്ന് പറഞ്ഞു കൊടുത്തേ. ഫാമി ഒന്ന് ഉറക്കെ പറഞ്ഞു കൊടുത്തേ. അവള് കേട്ടില്ലാന്ന്. ഇപ്പൊ കേട്ടോ? എന്താന്നാ? 1ന്റെയും 2ന്റെയും ഇടയിൽ വന്നോണ്ട് അര വന്നു. പക്ഷെ അതല്ല പറഞ്ഞേ. ഇവിടെ കണ്ടോ, ഈ ബി തൊട്ട് സി വരെ എത്രയാന്ന് നമ്മളോട് പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യനില്? 3. അപ്പൊ ഇവിടെ ഇതിന്റെ നടുക്കല്ലേ നമ്മുടെ ഇത് വരുന്നത്, 0 വരുന്നേ. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര നീളമായിരിക്കും? അരയുള്ളോ? അല്ലേ? ആ 1.5യാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പോയിന്റ് 1.5 ആയിരിക്കൂലേ? ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അൽത്താഫേ, എയുടെ അവിടുത്തെ സൂചകസംഖ്യ എന്ന് പറഞ്ഞേ. എ അൽത്താഫേ പറഞ്ഞോ. 4 മാത്രമേ ഉള്ളോ? ഇത് ഏത് അക്ഷരമാണ്? ഏത് ആക്സിസ് ആണ്? ഇത് ഏത് ആക്സിസ് ആണെന്നാ ചോദിച്ചത്. നിൽക്കുന്നവൻ ഇത് ഏത് ആക്സിസ് ആണ്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഇത് ഏത് ആക്സിസ് ആണ്? വൈ ആക്സിസ് ആണ്. വൈ അക്ഷമാണ്. വൈ അക്ഷത്തില് അപ്പൊ നമ്മള് ഇത് വൈ അക്ഷത്തിലെ
ഒരു പോയിന്റ് ആണോ 4 എന്നുള്ളത്? അതെ. ഇപ്പൊ y അക്ഷത്തിലെ പോയിന്റ് ആണ് 4. ഇപ്പൊ y അക്ഷത്തിലെ സൂചകസംഖ്യകളാണ് ഈ കിടക്കുന്നതെല്ലാം. ഇപ്പൊ നമ്മളെ സൂചകസംഖ്യകൾ എഴുതുമ്പോൾ ആദ്യം ആരെ എഴുതണം എന്ന് പറഞ്ഞേ? ആദ്യം ആരെ എഴുതണം? കേട്ടോ? പറഞ്ഞ കേട്ടോ അൽതാഫ്? നമ്മുടെ എ ബി സി ഡിയില് എക്സ് ആണോ വൈ ആണോ ആദ്യം കിടക്കുന്നേ? എന്താ അൽത്താഫേ? എക്സ്. ഇപ്പൊ ആരുടെ സൂചകസംഖ്യ ആദ്യം എഴുതണം? എക്സ്. ഇപ്പൊ ഇവിടെ എക്സ് എത്രയായിരിക്കും? ഈ വൈ ആക്സിസില് എക്സ് എത്രയായിരിക്കും? ഈ വൈ ആക്സിസിലോ 1 വരുമോ? ആക്സിസുകളില്, അതായത് വൈ ആക്സിസിലെ എക്സിനെ കയറ്റുവോ? വൈ ആക്സിസും എക്സ് ആക്സിസും എനിമീസ് അത് ഞാൻ പറഞ്ഞായിരുന്നു, ശത്രുക്കളാണെന്ന്. അപ്പൊ വൈ ആക്സിസിൽ എക്സിന്റെ സൂചകസംഖ്യ എത്രയായിരിക്കും? ഇവിടെ നോക്കിക്കേ, ഇത് വൈ ആക്സിസ്, അത് എവിടെയാണ്? ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതില് എവിടെയാണ് പോയി ടച്ച് ചെയ്യുന്നേ? ഇതാണ് 1, ഇതാണ് -1. ഇതിന്റെ നടുക്കുള്ളതല്ലേ? നടുക്ക് എത്രയാണ് ഇവിടെ? നഖം കടിക്കണ്ടതാ അൽത്താഫ്. പോവല്ലേ അൽത്താഫേ? ആ വീഡിയോ ഓണാക്ക്, മിസ് പറഞ്ഞു തരാം. കുഞ്ഞേ, നീ വീഡിയോ ഓണാക്കടാ, വാടാ, പറഞ്ഞു തരാം മിസ്. അൽത്താഫേ പിണങ്ങി പോയതാണോ അൽത്താഫേ? ആ മൈക്ക് ഓണാക്ക്, സമയം പോന്നു, ബാ അൽത്താഫ്. മോനെ ഇവിടെ നോക്കട്ടെ, ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിസില് എക്സ് എന്തായിരിക്കും? എക്സിനെ വൈ ആക്സിസില് കേറ്റൂല. ഇപ്പൊ എക്സ് അക്ഷത്തിലെ സൂചക സംഖ്യകൾ വൈ ആക്സിസിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പൊ വൈയുടെ ഈ വരയിൽ എവിടെ ഒരു പോയിന്റ് എടുത്താലും അവിടെ എല്ലാം എക്സിന്റെ സൂചക സംഖ്യ 0 ആയിരിക്കും. അന്നേരം ഇവിടുത്തെ സൂചക സംഖ്യ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ അൽത്താഫേ? ഹിബ മോളെന്ന് പറഞ്ഞേ, ഹിബ. വേഗം പറ. ഇവിടുത്തെ സൂചകസംഖ്യ എത്രയാ? മൈക്ക് ഓൺ ആക്കിട്ട് പറയല. എത്ര? ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. അൽത്താഫെ രക്ഷോട്ടെ, നീ വീഡിയോ ഓൺ ആക്ക്. ഓക്കെ, ഇനി ഇവിടുത്തെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള മൂലകളുടെ സൂചകസംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? ആരാ പറഞ്ഞേ? സിയാനല്ലേ പറഞ്ഞേ? സിയാൻ തന്നെയാ. ഷിഫ മോളെന്ന് പറഞ്ഞേടാ, ഷിഫാന മോളെന്ന് പറഞ്ഞേ. ഇവിടുത്തെ 0, ഇവിടെ എന്താണ്? ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈയും. ഇതാണ് വൈ, ഇതാണ് എക്സ്. അപ്പൊ ഇവിടുത്തെ സൂചകസംഖ്യ എത്രയായിരിക്കും? അത് തന്നെ പറഞ്ഞോ. 0 0 എന്ന് പറയണം. 2 0 വേണം കേട്ടോ. അപ്പൊ ഷിഫാന മോളെന്ന് പറഞ്ഞേ, ഇവിടുത്തെ സൂചകസംഖ്യ എത്രയായിരിക്കും? ഇവിടെ ഈ എയുടെ ഇവിടുത്തെ ഇവിടെയാണ് 0. ഇവിടുന്ന് ഇങ്ങനെ, ഇത് എക്സ് ആക്സിസ് അല്ലേ? എക്സ് ഇങ്ങനെ കൂടിക്കൂടിയല്ലേ വരുന്നേ?
ഇവിടെ ഒന്നാവും, രണ്ടാവും, മൂന്നാവും, നാലാവും, അഞ്ചാവും, ആറാവും, അങ്ങനെ അങ്ങനെ കൂടി കൂടി പോവൂലേ? പോവും. അപ്പൊ ഇവിടെ എക്സിന് വാല്യൂ ഉണ്ട്. എക്സിന്റെ വാല്യൂ ഏതായിരിക്കും? 5 ഇവിടെ എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ? പിന്നെ എന്താ തന്നിട്ടുള്ളേ? ഇവിടെ നിൽക്കുമ്പോൾ എക്സ് സെയിം ആയിരിക്കും. ഓക്കെ, നിൽക്കുന്ന വരയിലെ എക്സിന്റെ സൂചക സംഖ്യകൾ സെയിം ആയിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ എക്സ് എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? യെസ്, വെരി ഗുഡ്. ഇവിടെ എത്രയായിരിക്കും? 4. അപ്പൊ ഇവിടുത്തെ സൂചക സംഖ്യ എത്രയായിരിക്കും? യെസ്, ക്ലിക്ക് ആയോ? ഇനി കിടക്കുമ്പോഴാണെങ്കിലോ? കിടക്കുമ്പോൾ y0 ആയിരിക്കും. അല്ല, നിൽക്കുമ്പോ y0. ഇവിടെ ഈ വരയില് ഏതായിരിക്കും? x0 ആയിരിക്കും കേട്ടോ. ഇവിടെ എക്സ് 0 ആയിരിക്കാം. ഓക്കെ, ഏതായിരിക്കും? y ഒരുപോലെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഈ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വന്നാൽ അവിടെ എല്ലാം എന്തായിരിക്കും? y ഒരുപോലെ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ y എത്രയായിരിക്കും? y 2 ആയിരിക്കും. എക്സ് എത്രയായിരിക്കും? ഏ, അത് തന്നെ, അത് തന്നെ, അത് തന്നെയാ. യെസ്, ക്ലിയർ ആണല്ലോ? ഫാദിയെ, അൽത്താഫ് എവിടെ പോയി മിസ്സേ? അൽത്താഫ് അവിടെ പോയോ? അങ്ങനെ കേൾക്കുന്നില്ലല്ലോ. ഇനി ഇതൊന്ന് കണ്ടുപിടിച്ചേ, വേഗം എല്ലാരും കണ്ടുപിടിച്ചേ, വേഗം വേഗം ചെയ്തേ. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേ, എന്നിട്ട് എനിക്ക് അയച്ചതാ. ഫൗമിയെ, നേരത്തെ അയച്ചതിലെ മിസ്റ്റേക്ക് എന്താന്ന് മനസ്സിലായോ? ഏ, നിബമോളെ, റൈസ് ഹാൻഡ് ചെയ്യാനോ? ഇഷ്ടമുള്ളത്തിൽ അയച്ചോടി. ഏതെങ്കിലും ഒരെണ്ണത്തിൽ അയച്ചാൽ മതി. ഓക്കെ, ഞാൻ ഹാൻഡ് റൈസ് ചെയ്യാം. ഈ ഓഡിയോ കണക്ട് ചെയ്യാത്തതിൽ അയച്ചു കേട്ടോ. ഏ, മതിയടോ, മതി മക്കളെ, എല്ലാരും ചാറ്റ് ബോക്സിൽ ഇട്ടോ. ആ മതി. ആ, ഞാൻ വേണേ ABC, ഇവിടെ ABCD. ഓക്കെ, എല്ലാരും വേഗം വേഗം ചെയ്യണേ, ഇത് എളുപ്പമാണ്. ഒരു കാര്യം ഓർത്താ മതി, നിൽക്കുന്ന ലൈനില് എക്സിന്റെ വാല്യൂസ് സെയിം ആയിരിക്കും, കിടക്കുമ്പോൾ വൈയുടെ വാല്യൂസ് സെയിം ആയിരിക്കും. അൽത്താഫേ, എന്നോട് പിണങ്ങി പോയതാ? അൽത്താഫ്, ആ വീഡിയോ ഓഡിയോ ഒന്നും കടാ. റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു അവന്. മിസ്സിനും എന്തോ റേഞ്ച് കട്ടാവുന്നുണ്ടോ? അത് എന്റെയാണ്. ആ, മിസ്സിന്റെ ഓക്കെ. എന്താണ് മോള് ചെയ്തോ? അപ്പൊ ഞാൻ നോക്കട്ടെ. ഇതില് റുമാനയുടെ എത്തി. ഓക്കെ, റുമാന ഓക്കെ ആണ് കേട്ടോ, ക്ലിയർ ആണ്, സെറ്റ് ആണ്. ഹെന്നമോളുടെ
ഹെന്നമോളുടെ ബി തന്നത് ശരിയാണ്, ഡി തന്നതും ശരിയാണ്. ദേവുവിന്റെ സെയിം ആണ്, കറക്റ്റ് ആണ് കേട്ടോ. ഇസ്രമോളുടെ ശരിയാണ്, ഫാമിയുടെ ശരിയാണ്, ഹിബമോളുടെ ശരിയാണ്, റെയ്ഹാന് നിതിലമോളുടെ ശരിയാണ്. സിയാൻ വിട്ടോ? എപ്പോ വിട്ടോ? ആ വിട്ടല്ലേ. ഷിയാന്റെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂടാ. ആ സിയാന് ശരിയാണ്. എല്ലാരും വേഗം ചെയ്യൂട്ടോ. അർഷലിന്റെ കറക്റ്റ് ആണ് കേട്ടോ. ഓ ഇല്ല, ഞാനിപ്പോ ഇത്രയും പേരുടെ പേര് വിളിച്ചില്ല മിസ്സേ, അവരെ തന്നിട്ടുള്ളൂ. സനമോള് തന്നു. ആ സനമോളുടെ കറക്റ്റ് ആണ്. ഞാൻ ഹാൻഡ് റൈസ് ചെയ്ത് വെക്കുന്നതിൽ തന്നാ മതി മക്കളെ. ഷിഫാനമോള് ചെയ്തോ? അയച്ചേക്കുന്ന ഒന്നും കൂടെ നോക്കിക്കടാ. എയുടെ സൂചകസംഖ്യ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ബിയുടെ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഫാദിയുടെ ആൻസർ എവിടെടാ? അവിടുത്തെ സൂചക സംഖ്യകൾ താ. ഷഹാന മോളെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേ മോള്. ബി ഓക്കെ ആണ്, പക്ഷെ ഡി ഒന്നുകൂടെ ചെക്ക് ചെയ്യൂട്ടോ. ഷാനക്കുട്ടി ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. സനമോളെ ഓക്കെ ആണ് കേട്ടോ. റെയ്ഹാന്റെ ബി ബി ആണ്. നീ എന്നാടാ എ ബി ഇട്ടേക്കുന്നേ? ഏതിന്റെ വാല്യൂ ആണിത്? എയുടെ ആണോ, ബിയുടെ ആണോ, സിയുടെ ആണോ, ഡിയുടെ ആണോ? അതില് ഒരെണ്ണത്തിന്റെ ബിയുടെ അല്ലെങ്കിൽ ഡിയുടെ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഒരെണ്ണത്തിന്റെ ആണ്, പക്ഷെ അത് ആരുടെ ആണെന്ന് നീ പറഞ്ഞു തരണം. ഹഷ്മത്ത് ഹഷ്മത്ത് മോള് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. ഡി കറക്റ്റ് ആണ്, ഡി കറക്റ്റ് അല്ല. ഒന്നുകൂടെ രണ്ടും ചെക്ക് ചെയ്യാം കേട്ടോ. ഹഷ്മത്തെ നിൽക്കുന്നിടത്ത് എക്സ് സെയിം ആയിരിക്കും. സ്ലീപ്പിംഗ് ലൈൻ ആണെങ്കിൽ വൈ സെയിം ആയിരിക്കും. ഇസ്രമോളുടെ കറക്റ്റ് ആണല്ലോ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇസ്ര കുട്ടി കറക്റ്റ് ആണെന്ന്. ആ റുഷിത മോളെ കറക്റ്റ് ആണേ, റുഷിത കറക്റ്റ് ആണ്. മോന്റെ കിട്ടിയിട്ടില്ല. ഫാമി കറക്റ്റ് ആണല്ലോ, പറഞ്ഞല്ലേ ഫാമിയുടെ. സനമോൾ ഇല്ല ഇവിടെ. ഫാമിയുടെ ഓക്കെയാണ്, റുമാനയുടെ ഓക്കെയാണ്. ഷാനമോളെ ചെയ്തോ? കറക്റ്റ് ആയിട്ട് ചെയ്തോടി. ഷാനമോളോ ഞാൻ ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നതില്. മറ്റേലാണോ അയച്ചേ? മറ്റേലുള്ളത് ഞാൻ നോക്കാറുണ്ടടാ.
അത് ഫാദിയെ ഒന്നുകൂടെ നോക്കിയിട്ട് കോമായിട്ട് എഴുതുക. ഷിഫാന മോളെ, ഷിഫാന മോളെ, അവിടെ സീറോ വരുവോടാ? സീറോ ഇല്ലല്ലോ അവിടെ. റേഹാൻ ആരാണ്? അല്ല റേഹാൻ, ബി അല്ലത്. ബിയുടെ വാല്യൂ ഏതായിരിക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഓക്കെ, ഹാഷിം വെരി ഗുഡ് കേട്ടോ. ഹാഷിയുടെ കറക്റ്റ് ആണ്. പുഷ്തമോളുടെ ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ഒരു ചതുരം, നേരെയുള്ള ചതുരമാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ വരുമ്പം എ ബി സിയുടെ ഒരു ചതുരമാണ് ഇങ്ങനെ വന്നേക്കുവാണ്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നോക്കിക്കണം, ഈ ബിയും സിയും എന്താണ്? ഇതാരാണ്? നിൽക്കുന്ന ലൈനല്ലേ? ഇവിടെ നിൽക്കുമായിരിക്കും. ഇപ്പൊ ഈ നിൽക്കുന്നിടത്ത് രണ്ടിടത്തും എന്തായിരിക്കും? എക്സ് ഒരുപോലെ ആയിരിക്കും. അപ്പൊ ബിയുടെ എക്സ് എത്രയായിരിക്കും? ബിയിലെ എക്സ് എത്രയായിരിക്കും? സിയിലെ എക്സ് എത്രയാ? 7. അത് തന്നെയായിരിക്കും ബിയുടെ എക്സ്. അപ്പൊ ബിയുടെ എക്സിന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കണം? സിയുടെ എക്സ് ഏതാണോ അത് തന്നെയായിരിക്കും ബിയുടെ എക്സ് അക്ഷത്തിന് കൊടുക്കാനുള്ളത്. എക്സ് സൂര്യസംഖ്യ. മനസ്സിലായോ ഷിഫാന മോളെ? ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന ലൈൻ ഏതാണ്? ഇതാണ് കിടക്കുന്ന ലൈന്. ഇതല്ലെങ്കിൽ മുകളിലത്തെ അല്ലെ? ഇതും അതുപോലെ നിൽക്കുന്ന ലൈനാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ എയുടെ സൂര്യസംഖ്യ ആരാണോ അതിലെ എക്സ് ആരാണോ അത് തന്നെയായിരിക്കണം ഈ ഡിയുടെ അവിടുത്തെ എക്സും കൊടുക്കാൻ. മനസ്സിലായോ ഷിഫാന മോളെ? ഇപ്പൊ ഡിയുടെ എക്സ് എത്രയായിരിക്കും? 3 ഇനി രണ്ടിടത്തും നമുക്ക് y കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ ആരാണ് കിടക്കുന്നത് നോക്കുക. ഇപ്പൊ ഏത് ലൈനാണ് നോക്കുക. ഇപ്പൊ ഈ സി ഡി നോക്കുവാണെങ്കിൽ, സി ഡി ആണ് ഇങ്ങനെ നേരെ എന്ത് ചെയ്യുക? സ്ലീപ്പിംഗ് ലൈൻ ആണ്. ഇപ്പൊ സിയിലെ വൈ ഏതാണോ അത് തന്നെയായിരിക്കും ഡിയിലെ വൈ. ഇപ്പൊ ഡിയിലെ വൈ എത്രയായിരിക്കും? 3, 5. മനസ്സിലായോ അങ്ങനെ കിട്ടിയെന്ന്? അപ്പൊ ഈ പോയിന്റ് എന്ന് പറഞ്ഞേ പി എത്രയായിരിക്കും എന്ന് പറഞ്ഞേ? ബിയുടെ പോയിന്റ് എന്ന് പറഞ്ഞേ സൂര്യസംഖ്യ. ഇവിടത്തെ ആദ്യത്തേനെ എടുത്ത് താഴോട്ടിട്ടു, ഇവിടുത്തെ രണ്ടാമത്തേനെ എടുത്ത് ഇങ്ങോട്ടിട്ടു. ഇപ്പൊ എത്രയായിരിക്കും? ഓക്കെ, വെരി ഗുഡ്. ക്ലിയർ ആയോ ഇപ്പൊ? ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോണേ. വേഗം 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 ചെയ്തു തരുക. ഓക്കെ, അതല്ലോ 2 വന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ നമ്മൾ ഒന്ന് ചിന്തിച്ചാ മതി. നിൽക്കുമ്പോൾ എല്ലായിടത്തും എക്സ് ഒരുപോലെ ആയിരിക്കും. ചെയ്തോ? എല്ലാരും ചെയ്തോ? എ ബി സി ഡി. എയിലെ, സിയിലെ, ഇയിലെ, ജിയിലെ. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കേട്ടോ. നേരത്തെ ഞാൻ ഗ്രൂപ്പിൽ അയച്ച ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്ത് നോക്കിയോ? നമ്മുടെ മാത്സ് ഗ്രൂപ്പിൽ അയച്ചേ കമ്മിറ്റ് ചെയ്ത് നോക്കിയോ? കിട്ടിയോ? ആ, അത് ഏതാ ചെയ്തത്? ആ, ഓക്കെ ഓക്കെ.
വൃത്തത്തിന്റെ ആരം കണ്ടുപിടിച്ചല്ലോ. വൃത്തത്തിന്റെ സമവാക്യം നമുക്ക് അടുത്ത ചാപ്റ്ററിലുള്ളല്ലേ. ആരം കണ്ടുപിടിച്ചല്ലോ, മതി മതി. സമവാക്യം ഇപ്പൊ കണ്ടുപിടിക്കണ്ട, നമുക്കത് പിന്നെ അടുത്ത് പഠിക്കുമ്പോ ചെയ്യാം കേട്ടോ. ഈ പ്രാവശ്യം എക്സാമിന് ഇല്ലല്ലോ. നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ പറഞ്ഞേക്കുന്നേ സ്കൂളില്? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഏതൊക്കെ ചാപ്റ്റർ ഉള്ളതെന്ന് വല്ല ഐഡിയയും ഉണ്ടോ? 11 ഉണ്ടെന്ന് പറഞ്ഞോ? അതെപ്പോ പറഞ്ഞു? അങ്ങനെയും പറഞ്ഞിട്ടുണ്ടല്ലേ. 11ാമത്തെ ചാപ്റ്റർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളു, തരാട്ടോ. അധികം കാണുമല്ലോ 11ാമത്തെ ചാപ്റ്ററിൽ, അധികം വരാൻ സാധ്യതയില്ല. 1-2 ക്വസ്റ്റ്യൻസേ കാണുള്ളൂ. കൂടെ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് കാണുമായിരിക്കും. ഏതാണ് 11ാമത്തെ ചാപ്റ്റർ? അതിലുള്ളതാണല്ലേ ഈ വൃത്തത്തിന്റെ സമവാക്യം. ചിലപ്പോ ഈ രീതിയില് ഇപ്പോ കമ്പൈൻ ചെയ്ത് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഓക്കെ, മക്കള് ചെയ്തോ? വിട്ടിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എല്ലാരും ചെയ്തു വിടൂ, വേഗം വിടൂ. സെൻഹമോൾ എവിടെ ഇരിക്കുന്നത്? സോഫായ? നമ്മള് എല്ലാം ചെയ്തോ? ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തോ? ഈ ക്വസ്റ്റ്യൻ എന്തിയേ? എനിക്ക് അയച്ചു തന്നില്ലല്ലോ. എയും സിയും മാത്രം പോരാ, ഭൗമിയെ എല്ലാം കണ്ടുപിടിക്ക്. ഭൗമിയെ ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. എന്റെ ഭൗമിക്ക് തലകുത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ഫോൺ തലകുത്തി പിടിക്കേണ്ടതാ. എന്റെ സിയാനെ പൊളിച്ചിട്ടോ. കറക്റ്റ് ആണ്, സിയാന്റെ കറക്റ്റ് ആണ് കേട്ടോ. എന്നെ നോക്കാം, നോക്കാം നോക്കാം നോക്കാം. ഇല്ല അറിയാം, നോക്കാം നീ. ഏതായാലും ഫാമി ഒന്നും ഇസ്രമോളുടെ നമ്മുടെ ആരാണ്? ഇസ്രമോള് കറക്റ്റ് ആണേ. ഋഷിതമോള് ഒന്നുകൂടെ ചെക്ക് ചെയ്യൂ കേട്ടോ. ഹിബമോളുടെ കറക്റ്റ് ആണ്. ദേവുവിന്റെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഒരു മിനിറ്റ് കേട്ടോ. അടിപൊളി റെക്ടാങ്കിൾ ഒക്കെ വരച്ചിട്ടുണ്ടല്ലോ. ദേവുവിന്റെ കറക്റ്റ് ആണ് കേട്ടോ.
ഞാൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞവരൊക്കെ ഒന്നും കൂടെ നിങ്ങളുടെ ആൻസർ ഒന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക, എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് നിങ്ങളൊന്ന് നോക്കുക. ഫാരിസ് നീ എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്തോടാ. അതാരാണ് ചോദിച്ചേ? ഹെന്നമോളാണോ? ആ ഹെന്നമോടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാം. ആ ഹെന്നമോടെ ശരിയാണ് കേട്ടോ. അർഷലിന്റെ കറക്റ്റ് ആണ്. എന്റെ നിജിലക്കുട്ടി, അത് എവിടുന്ന ഒരു ഒന്ന് കൂടുതൽ വന്നേ? ഇവിടെ 8 കിടക്കുന്നത് നിനക്ക് ഇങ്ങനെ 18 കിട്ടിയടി. നിജിലമ്മളെ, ആ 18 എവിടുന്ന് വന്നാടി? ഒന്നറിയാതെ കൂടിപ്പോയതാണോ? ഓക്കെ. ഷഹാനമോളുടെ കറക്റ്റ് ആണ്. സനമോളുടെ കറക്റ്റ് ആണ്. സനമോളുടെ ഒരെണ്ണം കൂടെ കാണാനുണ്ടല്ലോ. സനമോളുടെ എ എവിടെ പോയി? എ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ആ വേണ്ട, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് നീ ലെഫ്റ്റ് ആവുന്നുണ്ടല്ലോ. ഹഷ്മത്ത് മോളുടെ കറക്റ്റ് ആണ്. സെൻഹമോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. വരുന്നത് അല്ലല്ലോ. ഇവിടുത്തെ ഈ ഡിയുടെ വൈ ആണ് എയിലേക്ക് വരേണ്ടത്. ഡിയുടെ വൈ എടുത്ത് എയിലേക്ക് ഇട്ട് കൊടുക്കുക. എയുടെ വൈ ആണ്. ബിയിലെ എക്സ് എടുത്ത് എയിലെ എക്സ് ആണ്. ബിയിലെ എക്സ് ഇപ്പൊ നമ്മൾ ആദ്യം എക്സ് എഴുതണം. ഏതാണ് എഴുതണ്ടേ? ആദ്യം ബിയുടെ എക്സ് എടുത്ത് ഇവിടെ കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക? ഡിയുടെ വൈ എടുത്ത് ഇവിടെ കൊടുക്കുക. ബാക്കി ഒന്ന് ചെയ്ത് നോക്കിക്കേ. സെൻഹമോള് മനസ്സിലായോ? സെൻഹ, അപ്പൊ ബാക്കി ഒന്ന് ചെയ്ത് നോക്കിക്കേ. ആരെങ്കിലും ചെയ്തവരുണ്ടോ? ഷിഫാനമോള് ഒന്ന്, ഷിഫാനമോളെ, ഷിഫാനമോളെ ഇപ്പം മിസ് പറഞ്ഞ രീതിയിൽ ഒന്ന് നോക്കിക്കേ. ഫാരിസിനെ ഞാൻ നോക്കാട്ടോ. ഓക്കെ, എല്ലാരും തന്നെ തന്നിട്ടുണ്ട് മിസ്സേ. ഹഷിമ, എന്ന, നിജില, ഇസ്ര എല്ലാവരുടെയും ഉണ്ട്. അഷ്മത്ത്, ഫാരിസ്, ഫഹമി, അർഷൽ, ഫാദിയുടെ ഇപ്പോഴത്തെ അയച്ചില്ലല്ലോടാ. സൈനുവിന്റെ കിട്ടിയിട്ടില്ല കേട്ടോ. സൈനു ഇല്ല. ഇതാരാണ്? നിതിലമളുടെ ഒക്കെയാണല്ലോ. സെൻഹ, സെൻഹമോള് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ സെൻഹ, സി കറക്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ജിയും ഇയും കൂടെ എഴുതുക. സി, ഷിഫാനമോളുടെ സി കറക്റ്റ് ആണ്. അല്ല, സെൻഹമോളുടെ സി കറക്റ്റ് ആണ്. ഷിഫാനമോളുടെ സിയും, ഷിഫാന മോളെ, ഇവിടുത്തെ നിൽക്കുന്നിടത്ത് എക്സിന്റെ സൂചകസംഖ്യകളാണ് ഒരുപോലെ. ആ രീതിയിൽ മോൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കടാ. കണ്ടുപോയി. ആഹാ, ഇവിടുത്തെ എക്സ് ആണ്, ഇവിടെയും എക്സ് ആയിട്ട് വരും, ഇവിടെയും എക്സ് ആയിട്ട് വരും. ഇവിടുത്തെ വൈ ആണ്, ഇവിടത്തെയും വൈ ആയിട്ട് വരും, ഇവിടത്തെയും വൈ ആയിട്ട് വരും. റെയ്ഹാന്റെ സി ശരിയാണോ കേട്ടോ.
ഹർഷിയുടെ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ. ഇല്ലേ, പറഞ്ഞല്ലോ. പറഞ്ഞായിരുന്നല്ലോ കറക്റ്റാന്ന്. റുമോന്റെ കറക്റ്റ് ആണ് കേട്ടോ മാന. ഇനി നമ്മുടെ ഫാരിസ് ആരൊക്കെയാ എനിക്ക് വാട്സപ്പിൽ അയച്ചേക്കുന്നേ? ഫാരിസും ഫാരിസ് അഷ്മത്ത് വൃത്തത്തിന്റെ സമവാക്യം. ഓ, എല്ലാരും ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെയ്യണല്ലോ. ഇതെന്താ ചെയ്യാ? ഫാരിസിന്റെ കറക്റ്റ് ആണ് കേട്ടോ. ഫാരിസേ, ഇതെന്താ ചെയ്യണ്ടേ? ഓ, ഓക്കെ. ഇവിടെ എന്താ ചെയ്യണ്ടേ ഒന്ന് നോക്കിക്കേ. എയും ബിയും തന്നിട്ടുണ്ട്. ഇനി എ ബിയുടെ നീളം കാണണം. ഇവിടെ എ തൊട്ട് ബി വരെ ഉള്ളതിന്റെ നീളം കാണണം. എങ്ങനെ കാണും? ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് 4 4 ഇവിടുന്ന് 9 4 ഇപ്പൊ ഇവിടെ വൈ ഒരുപോലെയാണല്ലേ, കിടക്കുന്നിടത്ത് വൈ ഒരുപോലെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇപ്പൊ എക്സ് എന്തുമാത്രം ഇവിടം തൊട്ട് ഇവിടം വരെ നീങ്ങിയിട്ടുണ്ട്? 5. അതായത് 4-9 4-9 എത്തിയപ്പോ എത്ര കൂട്ടിയപ്പോഴാണ് 9 5 കൂട്ടിയപ്പോൾ. അപ്പൊ ഈ നീളം എത്രയായിരിക്കും? 5. അപ്പൊ ഇത് എന്താണ്, ഏത് ഷേപ്പ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്? സമചതുരത്തിന് എന്താണ് പ്രത്യേകത? അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 5, ഇവിടെ 5. അപ്പൊ എ ബിയുടെ നീളം നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കിട്ടി. ഇനി സി ഡിയുടെ സൂചക സംഖ്യകൾ വേണം. അപ്പൊ എ ബി ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയാണ്, ഓപ്പോസിറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവിടെ നോക്കിക്കേ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിൽക്കുമ്പോൾ ആരാണ് സെയിം ആയിട്ട് വരുന്നേ? നിൽക്കുമ്പോൾ ആരാണ് ഒരുപോലെ? നിൽക്കുമ്പോഴോ? ഉറപ്പിച്ചോ? ലേലം ഉറപ്പിക്കണം. ആരെങ്കിലും വൈ വിളിക്കുന്നവരുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടുത്തെ എക്സ് എവിടെ എത്രയായിരിക്കും? 9 ആയിരിക്കില്ലേ? 9. ബാക്കി നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇവിടെ എക്സ് എത്രയായിരിക്കും? 4. ഇനി നമുക്ക് അതിന്റെ ഇടയ്ക്ക് വേറൊരു നമ്പർ കൂടെ കണ്ടുപിടിക്കണം അല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ. ഇവിടെ 9 4 ഇവിടെ 9 എന്ന്. ഇപ്പൊ ഇവിടെ എത്രയാണ് ഇവിടെ കൂടിയേക്കുന്നത്? 5. ഇപ്പൊ വൈ എക്സ് ഒരുപോലെയാണെന്ന് അറിയാം. അപ്പൊ ഏതാണ് ഒരുപോലെ അല്ലാത്ത നമ്പര്? വൈ ആയിരിക്കൂലേ? അപ്പൊ വൈയുടെ കൂടെ എത്ര കൂട്ടണം ഇവിടെ എത്രയെങ്കിൽ? യെസ്. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 9. അതേപോലെ അല്ലേ ഈ 4ന്റെ കൂടെ 5 കൂട്ടിയ ഇവിടെ 9 കിട്ടൂലേ? എളുപ്പല്ലേ? എളുപ്പമാണ്. ഇവിടുത്തെ വാല്യൂ ഇവിടെ 2 5 ആണ്.
നല്ല സ്റ്റക്കായിരുന്നു മിസ്സേ, ഒന്നും കിട്ടില്ല. ആ മിസ്സേ. ആ ഓക്കെ. ഇവിടെ വേറൊരെണ്ണം ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞേ. 2 5 എന്താ മോളെ? ഹംസത്ത് മിസ്സിനെ വിളിക്കുന്നതിന് ഇപ്പൊ മോള് എവിടെ പോവാ? ഇതൊന്ന് വേഗം പറഞ്ഞേ. ഇതേപോലെ തന്നെ ഒന്ന് പറഞ്ഞേ. ഇവിടെ 2 5 ഇവിടെ 7 5 ആണ് കേട്ടോ. 7 5. അപ്പൊ ഇതിന്റെ നീളം എത്രയായിരിക്കും? ഇവിടെ നീളം 5 ആയിരിക്കും, ഇവിടെയും 5 തന്നെയല്ലേ. അപ്പൊ മുകളിലോ? ഇവിടുത്തെ സൂചകസംഖ്യ 7. ഇവിടെ 5 തന്നെയാണല്ലേ. 5ന്റെ കൂടെ 5 കൂട്ടണം. ഇവിടെ എത്തപ്പോ എത്രയായി? 10. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇവിടെയോ? ഓക്കെ, സെറ്റ് അല്ലേ? 10 എങ്ങനെ കിട്ടിയത് ഒന്ന് നോക്കിക്കേ. ഇവിടുത്തെ സൂചകസംഖ്യ എത്രയാ? 7 5 അല്ലെ. ഈ 7 മുകളിലോട്ട് എഴുതി. ഈ 5ന്റെ കൂടെ ഈ 5 കൂടെ കൂട്ടിയപ്പം എത്ര കിട്ടും? സിയാൻ, വയ്യ എന്ത് ചെയ്യും? വയ്യാണ് ഇവിടെ ചേഞ്ച് ആകുന്നത്. അപ്പൊ എങ്ങനെ ചേഞ്ച് ആവും? ഈ 5ന്റെ കൂടെ ഈ 5 കൂടെ കൂട്ടിയാലാണ് വൈയുടെ ഇവിടുത്തെ ആൻസർ കിട്ടുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ചിത്രത്തിൽ എ ബി സി ഡി വൃത്തത്തിന്റെ വ്യാസമാണ്. സിയുടെ സൂചകസംഖ്യകൾ 0 3 ആണ്. എ ബി ഡി എന്നിവയുടെ സൂചകസംഖ്യകൾ എഴുതുക. ഒന്ന് വേഗം എഴുതിക്കേ. എ ബി ഡി, എ ബി സി ഡി വൃത്തത്തിന്റെ വ്യാസമാണ്. വ്യാസമാണെങ്കിൽ ഇത് ആരായിരിക്കും എന്ന് ചിന്തിക്കുക. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള നീളം എത്രയായിരിക്കും എന്ന് ചിന്തിക്കുക. ഇങ്ങനെയും ചിന്തിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കിട്ടുന്നുണ്ടോ നിജില മോളെ? എയുടെ സൂചകസംഖ്യ എത്രയായിരിക്കും? നിജില, ഈ എയുടെ സൂചകസംഖ്യ എത്രയായിരിക്കും? എനിക്കൊന്നും കേൾക്കത്തില്ല. നിജില മോൾ ആ മൈക്കൊന്നും ഓൺ ആക്കിയിട്ട് പറയാവോ? ആലോചിക്കാണ് മിസ്സേ. ദേവുന് കിട്ടിയോ? സംസ്കൃത മിസ് വീണ്ടും സ്റ്റക്കായി. എയുടെ സൂചകസംഖ്യ എത്രയായിരിക്കും? ആ ഇടയ്ക്ക് അതാരാണ് പറഞ്ഞേ? എനിക്ക് വയ്യ. ആശിയേ പൊളിച്ചല്ലോ. ആ ആശി ഈ ചാപ്റ്റർ പൊളിച്ചെടുക്കി.
പക്ഷെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉഷാറാണ്. ഇസ്രമൊക്കെ കിട്ടിയായിരുന്നോ -3.0? ഇസ്ര കിട്ടിയായിരുന്നോ? നിജിലമോളെ, ദേവുവേ, നിജിലമോളും ദേവു, നിങ്ങക്ക് കിട്ടിയില്ലായിരുന്നോ? കിട്ടിയായിരുന്നോ? നിജില ആലോചിച്ചപ്പോ ഈ ആൻസർ കിട്ടിയത് മനസ്സിലായോ? എന്തോ എവിടെ പോവാടവേ. ഓക്കെ നിജില മോളെ, ഇപ്പൊ ബിയുടെ സൂചകസംഖ്യ എത്രയായിരിക്കും നിജില? 3 3 3 0. അതെന്താണ് ഇത്ര ആലോചിക്കാതിരിക്കുന്നത്? എക്സ് അല്ലേ? എക്സില് y 0 ആയിരിക്കൂലേ? എക്സില് വൈയെ കേറ്റൂല. ഇപ്പൊ y 0 ആയിരിക്കും അവിടെ. y എന്താണേലും അവിടെ കാണൂല എക്സിനകത്ത് കേട്ടോ. എക്സ് എന്ന വരയില്. അടുത്തത് റെയ്ഹാനെ, ഡിയുടെ സൂചകസംഖ്യ എത്രയായിരിക്കും? ഡി റെയ്ഹാൻ, ഈ സൂചകസംഖ്യ എത്രയാണ്? ഒന്നുകൂടെ ആലോചിച്ചേ. ഇവിടെയാണ് 3. ഈ 0യുടെ താഴോട്ട് വരുന്ന നമ്പേഴ്സ് എന്തായിരിക്കും? ചിഹ്നം ഏതായിരിക്കും? പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ്. ഇപ്പൊ 0 -3 ആയിരിക്കും. ഇനി നമ്മുടെ ഒരുപോലെ അല്ലാത്ത നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ നീളം കണ്ടുപിടിക്കുന്നതിന് ഇക്വേഷൻ ഉണ്ടല്ലോ, അറിയാവോ? ഒക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ ഇതെങ്ങനെയാണ് ചെയ്യുന്നേ? ഇതിപ്പോ ABCD PC എല്ലാം കണ്ടുപിടിക്കണം. വശങ്ങളുടെയും വികരണങ്ങളുടെയും നീളം എല്ലാം കണ്ടുപിടിക്കണം. AB എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ABയുടെ നീളം x2 - x1 the whole square plus y2 - y1 the whole square. ആണോ? ഇതെങ്ങനെയാണ്? ഇതാണ് നമ്മുടെ A തൊട്ട് B വരെ ഉള്ളതാണ് AB എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. √(x2 - x1) the whole square plus y2 - y1 the whole square. അപ്പൊ എയിലെ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യാ? x1ഉം y1ഉം ആയിട്ട് എടുക്കുന്നു. ഇതാണ് x1 y1, ഇത് x2 y, ഇതാണ് x1 y1, ഇതാണ് x2 y2. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇവിടുത്തെ എക്സ്, ആദ്യത്തെ രണ്ടിന്റെ എക്സ് എടുക്കുക. അപ്പൊ ഇവിടുത്തെ എങ്ങനെ വേണേലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. x1 - x2 എന്ന് എടുക്കാം, x2 - x1 എന്ന് എടുക്കാം. അപ്പൊ ഇവിടെ x2 എത്രയാണ്? 5 ആണ്. അപ്പൊ 5 എഴുതുന്നു. അതിന്റെ കൂടെ ഇവിടെ എന്താണ്? x2 - x1 ആണ്. അപ്പൊ മൈനസ് നമുക്ക് ഓൾറെഡി ഉണ്ട്, അത് കൊടുക്കുന്നു.
പിന്നെന്താ കൊടുക്കണേ? മൈനസ് മൈനസ് 3 എന്ന് കൊടുക്കുക കേട്ടോ. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. ബാക്കിയുള്ള എല്ലാം അതേപോലെ കൊടുക്കണം. പിന്നെന്താ y2ന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 4. ഇവിടെ എത്രയാ? 4 അല്ലേ? 4 മൈനസ് 2 ഹോൾ സ്ക്വയർ. നമ്മളെ ബെഡ്ഷീറ്റ് ഇടിച്ചേ. ബെഡ്ഷീറ്റ് ഇടിക്കാനെ ഇപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ട അടുത്തത്? റൂട്ട് ഓഫ് ഇവിടെ കണ്ടോ 5 മൈനസ് 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 2 അടുപ്പിച്ച് വന്നാൽ എന്താ ചെയ്യേണ്ട അൽത്താഫേ? ഈ മൈനസ് മൈനസും കൂടെ അടുപ്പിച്ച് വരുമ്പോ എന്താണ് ആകുന്നത്? എന്ത് ചെയ്യണം അൽത്താഫ്? അൽത്താഫ് അൽത്താഫ് എന്തോ കാര്യമായിട്ട് എന്തോ എഴുതുന്നുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞു അൽത്താഫേ, അവൻ ശ്രദ്ധിക്കുന്നു. ഇല്ലെന്നോ? അവന് അൺമ്യൂട്ട് ചെയ്യത്തില്ലെന്ന്. ചെയ്യൂലെന്ന് പറഞ്ഞു മിസ്സേ. അവന് ചുണ്ടരക്കുന്നതുണ്ടോ? ചെയ്യത്തില്ലെന്ന്. എന്താടാ അൽത്താഫേ? കിടക്കുവാണ്. അതെ, ആ മുഖം കാണുമ്പോ അറിയാം. ഞാൻ മുമ്പേ പറഞ്ഞില്ല അവൻ പിണങ്ങിപ്പോയതാന്ന്. അൽത്താഫേ പിണക്കുവാ? അൺമ്യൂട്ട് ചെയ്യത്തില്ല? ഇല്ല. ഓക്കെ, നമുക്ക് പിന്നെ കോംപ്രമൈസ് ചെയ്യാം കേട്ടോ. ഹാഷി പ്ലസും പ്ലസും കൂടെ അല്ല മൈനസും മൈനസും കൂടെ ഒന്നിച്ച് വന്ന് എന്താ ചെയ്യണ്ടേ ഹാഷിമേ? അടുത്തടുത്ത് ഇങ്ങനെ മൈനസും മൈനസും വന്നാൽ എന്താ ചെയ്യണ്ടേ? എന്താണ് ഹിബ മോളെ? നോക്കാവേ. ഹിബ, ഈ മൈനസ് മൈനസും കൂടെ അടുപ്പിച്ച് വരുമ്പോ ഇതെന്തായിട്ട് മാറും? എങ്ങനെയാണ് ചെയ്യണ്ടേ? പ്ലസ് ആവും. ഇപ്പൊ ഇത് എത്രയാ ആൻസർ കിട്ടുന്നേ? 5 പ്ലസ് 3 ഇപ്പൊ എത്രയാ? 8. 8ന്റെ സ്ക്വയർ പ്ലസ് 4 മൈനസ് 2 2. 2ന്റെ സ്ക്വയർ ഇത് എത്ര കിട്ടും? 8ന്റെ സ്ക്വയർ എത്രയാ? 64 പ്ലസ് 2ന്റെ സ്ക്വയർ 4. ആൻസർ എത്രയാ? 78. കുറച്ച് പേരൊക്കെ അയച്ചു തന്നിട്ടുണ്ടല്ലേ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ബാക്കിയുള്ളത് നിങ്ങള് ചെയ്യൂലേ? ബാക്കി ഇതേപോലെ കൊടുത്താൽ മതി കേട്ടോ. ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. ഏതൊക്കെ ചെയ്യണം? BC CD AD. പിന്നെ എന്താണ് വികരണം? BD, അതുപോലെ തന്നെ AC. ഇങ്ങനെയുള്ള വികരണങ്ങള് ഇത് എല്ലാത്തിന്റെയും ചെയ്യുക. പിന്നെ ഇതുപോലെ വൃത്തത്തിന്റെ ക്വസ്റ്റ്യൻസ് വരും. വൃത്തത്തിന്റെ കാര്യങ്ങൾ ഇതിനകത്ത് കുറെ ചോദിക്കാറുണ്ട് കേട്ടോ. ആരം 4 യൂണിറ്റ് ആയ അൽത്താഫേ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം അവിടെ. അൽത്താഫ് എന്താണേലും വായിക്കൂല. വായിച്ചോ? ഓണാക്കി ഉണക്കി ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ.
ഇപ്പൊ നമ്മള് എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് അതാണ് പറയാ ദേവുവേ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തൊക്കെ മനസ്സിലായി? അവർക്കുണ്ട് 4 യൂണിറ്റ് ആണ്. ഓക്കെ, ഒരു വൃത്തമുണ്ട്. വൃത്തത്തിന്റെ ആരം ഒരു വൃത്തമുണ്ട്. വൃത്തത്തിന്റെ എന്താണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് വൃത്തത്തിന്റെ കേന്ദ്രം. അപ്പൊ വൃത്തത്തിന്റെ കേന്ദ്രം തന്നിട്ടുണ്ടോ? 6, 8. അപ്പൊ ഇവിടെ ആരം എത്രയാന്ന് പറഞ്ഞേക്കുന്നത്? 4 യൂണിറ്റ്. ഈ കേന്ദ്രം എത്രയാണ്? 6, 8. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഈ പോയിന്റുകള് വൃത്തത്തിന്റെ അകത്താണോ പുറത്താണോ നോക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ദേവുന് എന്താ മനസ്സിലായി എങ്ങനെ ചെയ്യേണ്ടത്? ദേവുവേ എങ്ങനെ ചെയ്യണം മനസ്സിലായോ? സൂചകസംഖ്യയിലേക്കൊന്നും പോകണ്ടല്ലോ. പോണോ? ഇത് അകത്താണോ പുറത്താണോ എന്നാ ചെക്ക് ചെയ്യണ്ടേ. അപ്പൊ എന്തിനാ സൂചകസംഖ്യ? ഷഹാന മോളെ ഒന്ന് പറഞ്ഞേ, ഇതെന്താ ചെയ്യണ്ടേ? ഷഹാന, സിയാൻ എവിടെ? സിയാൻ ആരോ വന്ന് നോക്കാൻ പോയതാണോ? ഇതെന്താണ് ഇടയ്ക്കൊക്കെ ഓടുന്നത്, മുങ്ങുന്നുണ്ടല്ലോ. എന്തോ തിന്നാനായിട്ട് എടുത്തോണ്ടോന്നല്ലേ കുറിക്കാന്. ദേവുവിന് കിട്ടുന്നില്ല. പിന്നെ ആരാ ദേവുവിനെ സഹായിക്കുന്നേ? പറഞ്ഞു തരാൻ അറിയില്ല. ഫാമിയെ ഓ ആ വൃത്തത്തിലാണ്. ഓക്കെ, നമ്മൾ വേറൊന്നും ചെയ്യണ്ട. ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു വരയാണ്. ഇതൊരു വരയാണെന്ന് ഓർക്കുക. ഇത് ആരമാണ് വൃത്തത്തിന്റെ. ഓക്കെ, അപ്പൊ ഇതാണ് സെന്റർ. സെന്ററിൽ എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 6, 8 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളോട് ഓരോന്നും ഈ വൃത്തത്തിന്റെ അകത്താണോ പുറത്താണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? നമ്മൾ ആദ്യത്തെ സൂചകസംഖ്യ എടുക്കുക, അത് ഇവിടെ ഇട്ട് കൊടുക്കുക. 10, 8 എന്ന് ഇട്ട് കൊടുത്തു. ആദ്യത്തേത് ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാ? ഇവ തമ്മിലുള്ള നീളം കണ്ടുപിടിക്കുക. ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കണേ? ഇവിടെ ഇപ്പൊ ഇത് എ ബി ആണ്. അപ്പൊ എ ബി ഈസ് ഈക്വൽ ടു ഒന്നല്ലേ നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. √(x2 - x1) ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ y രണ്ടും ഒരുപോലെയല്ലേ? ഇപ്പൊ എക്സിന്റെ വ്യത്യാസം കണ്ടാൽ മതി. എക്സിന്റെ വ്യത്യാസം എത്രയാ? 10ന്ന് 6 പോകുന്നു. 10ന്ന് 6 പോകുമ്പോ എത്ര കിട്ടും? 4 കിട്ടൂലേ? ആ 4 തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന ആരം അല്ലേ? ഇപ്പൊ ഈ 10, 8 എന്നുള്ള സംഖ്യ വൃത്തത്തിനകത്താണോ പുറത്താണോ? വൃത്തത്തിലാണോ? വൃത്തത്തിൽ. ഇപ്പൊ വൃത്തത്തിന്റെ ഈ ഒരു പോയിന്റ് ആയിരിക്കും ആ ഒരു 6, 8 അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ആയിരിക്കും. അതെന്താണ്? വൃത്തത്തിൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഇതേപോലെ തന്നെ കണ്ടുപിടിക്കണം. എന്താണ്? ആദ്യം 6, 8 ആരമായിട്ട് എടുക്കുക, അല്ല കേന്ദ്രമായിട്ട് എടുക്കുക. അതിന്റെ ഇപ്പുറമുള്ള ഒരു പോയിന്റ് 6, 13 ആയിട്ട് എടുക്കുന്നു. 6, 13. എന്നിട്ട് എന്ത് ചെയ്യാ? ഇവയുടെ വ്യത്യാസം കാണുക. നമുക്ക് ഈ ഒരു സി ഡി എന്ന് കൊടുത്താൽ സി ഡിയുടെ നീളം കാണുക. സി ഡി ഈക്വൽ ടു ഇവിടെ എന്താണ്? ഇവിടെ ഒരുപോലെ തന്നെയാണ്. ഒന്നല്ലെങ്കിൽ
y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ചെയ്യാട്ടോ. ഇപ്പൊ x2 മൈനസ് x1, അപ്പൊ 6 പോയാൽ 0. അപ്പൊ ആ ഒരു ടേം മൊത്തത്തിൽ പോകും. പിന്നെ എന്താ y2 മൈനസ് y1 ആണ്. അപ്പൊ ഇത് 13 മൈനസ് 8, അതിന്റെ സ്ക്വയർ എടുത്തിട്ട് റൂട്ട് എടുത്താൽ മതി. പക്ഷെ 13 മൈനസ് 8 നമ്മൾ ചെയ്താൽ മതി കേട്ടോ. 13 മൈനസ് 8 എത്ര കിട്ടുന്നേ? 5. അപ്പൊ ഇതിന്റെ നീളം, സി ഡിയുടെ നീള, ഈ 6, 13 എന്ന് പറയുന്ന എവിടെയായിരിക്കും സ്ഥാനം? 6, 13. ഇപ്പൊ 4 സെന്റിമീറ്റർ ആണ് നമ്മുടെ ആരം. ഇപ്പൊ 5 സെന്റിമീറ്റർ എന്ന് പറയുമ്പോഴോ ഈ 4-നെക്കാട്ടിലും കുറച്ചും കൂടെ നീളം വരൂലേ? ഇവിടെ ആയിരിക്കൂലേ? ഇവിടെ ആയിരിക്കും നമ്മുടെ 6, 13. അപ്പൊ അതെവിടെയായിരിക്കും? വൃത്തത്തിനകത്താണോ പുറത്താണോ? വൃത്തത്തിലാണോ? യെസ്, ഇത് വൃത്തത്തിന്റെ പുറത്തായിരിക്കും. എല്ലാവർക്കും ക്ലിയർ ആയോ ഇത് ചെയ്യുന്ന എങ്ങനെയാന്ന്? ഹാഷിമേ ക്ലിയർ ആയോ? കുറച്ചൊക്കെ. എവിടെയാണ് ഈ കുറച്ച് ബാക്കിയുള്ളത്? നീളം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പഠിച്ചായിരുന്നോ? മനസ്സിലായോ? ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. കുത്തിവെച്ചേക്കോണോ? കുത്തിവെച്ചേക്ക് എന്ന ഫോൺ എന്താ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നേ? ഇതല്ലേ എന്റെ ഫോൺ ഇവിടെ കുത്തിവെച്ചേക്കുവാണ്. പക്ഷെ അത് എന്റെ കൈ അനങ്ങുന്നില്ലല്ലോ. കൈ രണ്ടും ഉണ്ട്, ഫോൺ അവിടെ വെച്ചേക്കുവാണ്. ഫോൺ അനങ്ങുന്നില്ലല്ലോ. എന്നെ അനങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഹാഷിമേ ഇവിടെ എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് വെച്ചാ, ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ സൂചകസംഖ്യകള്. 6, 8. ഇവിടെ വേറൊരെണ്ണം 10, 8. ഇവിടെ ഒരുപോലെയുള്ള നമ്പേഴ്സ് ആരാണ്? 8, 8. ഒരുപോലെ അല്ലാത്തതോ? അതിന്റെ വ്യത്യാസം എത്രയായിരിക്കും? 4. ഇവിടുത്തെ ആരം എത്രയാന്നാ പറഞ്ഞിരിക്കുന്നേ? ആരം കണ്ടോ? നീ ക്വസ്റ്റ്യൻ അത് കണ്ടോ? 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ ആരോ ഇത് രണ്ടും സെയിം ആയില്ലേ? അപ്പൊ നമ്മുടെ ഈ 10, 8 എന്നുള്ള പോയിന്റ് ഈ വൃത്തത്തിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും. ഇവിടെ ആയിരിക്കും അതിന്റെ സ്ഥാനം. അതെവിടെയായിരിക്കും? വൃത്തത്തിൽ. 10, 8 ഈ വൃത്തത്തിലെ ഈ ഈ ബൗണ്ടറിയിലായിരിക്കും ആ 10, 8 സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ അകത്തുമല്ല പുറത്തുമല്ല. അകത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ആകണം, പുറത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ആകണം. അകത്തുമല്ല പുറത്തുമല്ല, ഈ വാതിക്കയിലാണ് അത് നിൽക്കുന്നത് കേട്ടോ. വൃത്തത്തിന്റെ ഈ വരയിൽ നിൽക്കുന്ന, ആ വാതിലിന് നിൽക്കുന്ന, അതാണ് വൃത്തത്തിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി വേറൊരെണ്ണം അതേപോലെ തന്നെ 6, 8, 6, 13. ഇവിടെ രണ്ടിടത്തും 6 സെയിം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 13-ന്ന് 8 കുറച്ചാൽ മതി. 13-ന്ന് 8 കുറയ്ക്കുമ്പോൾ 5 കിട്ടും. 5 4-നെക്കാട്ടിലും വലുതല്ലേ 5 എന്ന് പറയുന്നത്? അപ്പൊ അതെങ്ങനെയാവും? ഈ വൃത്തത്തിന്റെ അകത്താണോ പുറത്തായിരിക്കോ? പുറത്തായിരിക്കും. യെസ്. അതേപോലെ തന്നെ ഇതും കണ്ടുപിടിക്കണം, ഇതും കണ്ടുപിടിക്കണം. ക്ലിയർ ആയോ? അത് രണ്ടും പുറത്താണെന്നാ തോന്നേ. രണ്ടും പുറത്തല്ലേ? ആണോ? നിങ്ങൾ ചെയ്ത് നോക്കിയോ? അതേപോലെ ആരെങ്കിലും ചെയ്ത് നോക്കിയോ? യെസ്, രണ്ടും പുറത്താണ് കേട്ടോ. ഈ 0, 0യും 1, -9 ഒക്കെ എന്താണ്? 4-നെക്കാട്ടിലും വലിയ നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് അതെല്ലാം പുറത്തായിരിക്കും കേട്ടോ. ക്ലിയർ ആണോ? ഇനി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാല്, ചിത്രത്തിലെ സാമാന്ത്രികത്തിന്റെ മൂലകളുടെ സൂചക സംഖ്യകൾ എഴുതുക. കണ്ടോ?